ഹലോ, ഇന്ന് നമുക്കൊരു പനീർ ടിക്ക മസാല ഉണ്ടാക്കി നോക്കിയാലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് കാണൂ. പനീർ ടിക്ക മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി 200 ഗ്രാം മിൽക്കി മിസ്റ്റിൻ്റെ പനീർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 സവോള ചെറുതായി അരിഞ്ഞു വെക്കണം. 10 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് നടുവേ കീറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 തക്കാളി മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ ജീരകം, പട്ട, മല്ലിയില, കോൺഫ്ലവർ, 1 കപ്പ് പാല് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകവും പട്ടയും ഇട്ട് കൊടുക്കുക. ഇനി വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് നന്നായി ഇളക്കണം. സവോളയുടെ പച്ചമണമൊക്കെ മാറി നന്നായി ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. സവോളയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം ചേർത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് ചേർക്കണം. മസാലകളെല്ലാം ചേർക്കുമ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കിക്കൊണ്ടിരിക്കാൻ. 1 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തക്കാളി അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. വെള്ളമൊക്കെ വറ്റി വരണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കണം. 1 ഗ്ലാസ് പാലിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നന്നായി തിളപ്പിച്ച് ഇതിലേക്കുള്ള ക്രീം നമുക്ക് റെഡിയാക്കി വയ്ക്കാം. റെഡിയാക്കി വെച്ച ക്രീം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. കറിയിലേക്ക് 1.5 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു. നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഒരു പാനിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാവുമ്പോൾ കഷ്ണങ്ങളാക്കി വെച്ച പനീറിട്ട് ഒന്ന് ചൂടാക്കി മാറ്റി വയ്ക്കണം. ഒരുപാട് ഫ്രൈ ആവണ്ട, വെറുതെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. എല്ലാവരും പനീർ ടിക്ക മസാല ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പനീർ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം. പനീർ ടിക്ക മസാല റെഡി.